ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പാകിസ്ഥാൻ എന്ന രാജ്യത്തെ വിദേശ രാജ്യങ്ങളും അറബ് രാഷ്ട്രങ്ങളും തള്ളിക്കളയുന്ന സ്ഥിതിഗതികളാണ്. ഭീകര പ്രവർത്തനങ്ങളും ഷെരീഫ് ഭരണകൂടത്തിന്റെ ഭരണ പരാജയവും അസിം മുനീറിന്റെ ഏകാധിപത്യ ഭരണവുമൊക്കെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യവും പല നേതാക്കളും എടുത്തു പറയുന്നുണ്ട്. അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാന് പണി കൊടുക്കുന്ന സാഹചര്യമാണ് നിലവിൽ. അങ്ങനെ ഇരിക്കെയാണ് പാക് പൗരന്മാർക്കിടയിൽ സൗദി അറേബ്യയും UAEയും പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. സംഘം ചേർന്നുള്ള ഭിക്ഷാടനം, കുറ്റകൃത്യങ്ങൾ എന്നിവ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഭിക്ഷാടനത്തിന്റെ പേരിൽ ഇക്കൊല്ലം 24,000 പാകിസ്ഥാനികളെയാണ് സൗദി നാടുകടത്തിയത്. ദുബായ് 6,000 പേരെയും അസർബൈജാൻ 2,500 പേരെയും നാടുകടത്തി. UAE അനേകം പാക് പൗരന്മാർക്ക് വിസ നിഷേധിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡേറ്റ പ്രകാരം സംഘടിത ഭിക്ഷാടന സംഘങ്ങളെ തകർക്കുന്നതിനും അനധികൃത കുടിയേറ്റം തടയുന്നതിനുമായി ഇക്കൊല്ലം അധികൃതർ വിമാനത്താവളങ്ങളിൽ നിന്ന് 66,154 പൗരന്മാരെയാണ് ഇറക്കിവിട്ടത്. ഈ ശൃംഖലകൾ പാകിസ്ഥാന്റെ സൽപ്പേരിന് കോട്ടം വരുത്തുകയാണെന്ന് FIA ഡയറക്ടർ ജനറൽ റിഫാത്ത് മുഖ്താർ പറഞ്ഞു. ഈ രീതി ഗൾഫിൽ മാത്രമായി പരിമിതപ്പെടുന്നില്ല. ആഫ്രിക്കയിലും യൂറോപ്പിലും സമാന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കംബോഡിയ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ടൂറിസ്റ്റ് വിസ ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ടും സമാനമായ കേസുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാനിൽ ഭിക്ഷാടന വ്യവസായം വളരെ സംഘടിതമായി പ്രവർത്തിക്കുകയാണെന്ന് പാക് അറ്റോർണി റഫിയ സക്കറിയ പറഞ്ഞു. ഭിക്ഷാടനത്തിനായി ഇവർ ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു. ഭിക്ഷാടന വ്യവസായം പാകിസ്ഥാനിൽ വളരെ വിജയകരമായ സംരംഭമായി മാറി. അതിനാൽ ഇപ്പോൾ ആളുകളെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. 2024 പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ തടവിലാക്കപ്പെട്ട യാചകരിൽ കൂടുതലും പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് പാക് വിദേശ സെക്രട്ടറി സീഷാൻ ഖൻസാദ പറഞ്ഞു. 90% ഇതിന്റെ കണക്കെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭിക്ഷാടനവും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മക്കയിലേക്കും മദീനയിലേക്കും ഭിക്ഷാടകർ ഉംറ വിസ ചൂഷണം ചെയ്യുന്നത് തടയാൻ പാകിസ്ഥാനോട് കഴിഞ്ഞ വർഷം റിയാദ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പാകിസ്ഥാനി ഉംറ, ഹജ്ജ് തീർത്ഥാടകർക്ക് പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും സൗദി അറേബ്യയുടെ മതകാര്യ മന്ത്രാലയം അന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതേസമയം ഈ യാചകരിൽ പലരും പ്രൊഫഷണലുകളായി പ്രവർത്തിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അവർ വിസ നേടി പാകിസ്ഥാന് പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് പറക്കുന്നു. മക്കയിലെയും മദീനയിലെയും പുണ്യസ്ഥലങ്ങൾക്ക് പുറത്ത് സ്വന്തം നാട്ടുകാർ കടകൾ സ്ഥാപിക്കുകയും അവിടെ അവർ വിദേശ തീർത്ഥാടകരെ പണത്തിനായി ഉപദ്രവിക്കുകയും ചെയ്യുന്നത് പാകിസ്ഥാനികൾ കണ്ടിട്ടുണ്ടെന്ന് നിയമ വിദഗ്ധ റാഫിയ സക്കറിയ നേരത്തെ ഡോണിന്റെ ഒരു അഭിപ്രായ പ്രകടനത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. ഇരകളുടെ കുറ്റബോധം മനസ്സിലാക്കി അവരെ കൊണ്ട് അവരുടെ പണം എങ്ങനെ നഷ്ടപ്പെടുത്താമെന്ന് അറിയാവുന്ന മാസ്റ്റർ മാനിപ്പുലേറ്റർമാർ എന്നാണ് അവർ യാചകരെ വിശേഷിപ്പിച്ചത്. സൗദി അറേബ്യയിൽ മാത്രമല്ല UAE, കുവൈറ്റ്, അസർബൈജാൻ, ബഹ്റൈൻ എന്നിവ ഉൾപ്പെടെ നിരവധി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും പാകിസ്ഥാൻ യാചകരെ കാണപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ തടവിലാക്കപ്പെട്ട യാചകരിൽ 90% പേരും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് 2024 വിദേശ പാകിസ്ഥാനികളുടെ സെക്രട്ടറി സീഷാൻ ഖൻസാദ പറഞ്ഞിരുന്നു. ഇത് വിദേശത്തുള്ള പാകിസ്ഥാനികളുടെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും നാട്ടിലേക്ക് മടങ്ങുന്ന തൊഴിലന്വേഷകർക്ക് ഇത് സഹായമായിട്ടുണ്ട്. യാചകരുടെ കയറ്റുമതി സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളെ മാത്രമല്ല നിയമം അനുസരിക്കുന്ന പാകിസ്ഥാനികളെയും അസ്വസ്ഥരാക്കുന്നു. കാരണം അവർ ഇപ്പോൾ കർശനമായ വിസ പരിശോധനയും വർദ്ധിച്ചുവരുന്ന നിരസിക്കലുകളും നേരിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.